ഒന്ന് മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ എണ്ണ ചൂടായ ശേഷം വെളിച്ചെണ്ണ ചൂടായ ശേഷം ഉലുവ ഇട്ട് പൊട്ടിച്ച ശേഷം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട ശേഷം കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെറുള്ളി മാത്രം ഇട്ടാൽ മതി. അതിലേക്ക് വഴണ്ട ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി പച്ചച്ചൂരൊക്കെ മാറിയ ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കണം. മുകളിൽ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.